രക്ഷിതാക്കൾ അടിച്ചും പിടിച്ചും കുട്ടികളെ അടിമകളാക്കിയിരുന്ന കാലം എന്നേ കടന്നുപോയി. എല്ലാം കൂടെ ചേർത്ത് നിനക്കൊരു ദിവസം കിട്ടും. നീ എത്രത്തോളം പോകുന്നെന്ന് അറിയാനാ ശ്രീധരൻ കാത്തു നിൽക്കുന്നത്. അമ്മ ചരിത്രം പഠിച്ചിട്ടുണ്ടോ? എവിടുന്ന് പഠിക്കാൻ? രാഷ്ട്രം നയിച്ചിട്ടുള്ള ഓരോ നേതാക്കന്മാരുടെയും ബാല്യകാലം ഇതുപോലെ സംഘർഷ നിബിഡമായിരുന്നു. ശ്രീധരൻ ഒരു വർഷാപ്പ് മുതലാളി, പെറ്റിഭൂഷ. സ്വന്തം ചേട്ടന് ഇന്നലെ രാത്രി എത്ര മണിക്കാണ് നീ വന്നത്? 12 കാണും. അതുവരെ എവിടെ ആയിരുന്നു? വർക്കിംഗ് കമ്മിറ്റി മീറ്റിംഗ് ഉണ്ടായിരുന്നു. എന്ത് വർക്ക്? ആരുടെ വർക്ക്? പഠിക്കാനോ മീറ്റിംഗ് കൊണ്ടാണോ നിന്റെ വർക്ക്? എടാ നിങ്ങളാ ചോദിച്ചത്. ഞങ്ങൾ അസ്വസ്ഥരാണ്. ഈ വ്യവസ്ഥിതിയിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല. ഞങ്ങളോ? അതെ, പുതിയ തലമുറ, ചിന്തിക്കുന്ന തലമുറ. ഹുമയൂണിന്റെ ഭരണപരിഷ്കാരങ്ങളോ ക്വീൻസ്റ്റാങ്ങിന്റെ യാത്രാവിവരണങ്ങളോ മനപ്പാടമാക്കിയിട്ട് ഒരു കാര്യമില്ല. പരീക്ഷാ പേപ്പറും മാർക്കിടലും ഒക്കെ നിർത്തിയിട്ട് ഐക്യു നോക്കട്ടെ. ഐക്യു വലിയ ഒന്നും മനസ്സിലാവില്ല. ശിവ നല്ല രണ്ട് അടി കൊടുക്ക്. നാക്കെടുത്ത അധിക പ്രസംഗേ പറയൂ. ഈ ചെക്കന്റെ കാര്യം ഓർത്ത് ഒരു സമാധാനം ഇല്ല. വായിക്കാതെയും പഠിക്കാതെയും തെണ്ടിത്തിരിഞ്ഞ് നടക്കുക. അങ്ങനെ വല്ല കുഴപ്പമൊന്നുമില്ലമ്മേ. ഞാൻ വെറുതെ ഒന്ന് പേടിപ്പിച്ചതേ ഉള്ളൂ. ഇവനെ പോലെ തെണ്ടിത്തിരിഞ്ഞ് നടന്നവരാ നമ്മുടെ നാട്ടിലെ പല മന്ത്രിമാരും എം എൽ എമാരും ഒക്കെ. നമ്മുടെ തറവാട്ടിൽ ഒരു മന്ത്രി ഇരിക്കട്ടെ. ശരി അമ്മ ഒരു നിമിഷം ഒന്ന് വന്നേ. കാര്യമുണ്ട്. വല്ലതും വീഴുന്നവരാണെങ്കിൽ കുറച്ച് സമയമാവും. ഇത് മുഴുവൻ അലക്കി കഴിയണം. അതല്ല, ഒരു പ്രശ്നം ചർച്ച ചെയ്യാനാ. മനസ്സിലാവുന്ന ഭാഷയെ സംസാരിക്കടാ. ഈ മൂരാഴ്ച കേൾക്കാൻ പാടില്ല. കൊന്നാലും ഞാനിവിടുന്ന് പോവില്ല. അങ്ങനെ പേടിപ്പിക്കൊന്നും വേണ്ട. ഇന്നല്ലെങ്കിൽ നാളെ ഈ ലോകം അറിയാൻ പോകുന്ന കാര്യം. അമ്മേ, ഇന്നത്തെ സ്കൂൾ വിദ്യാഭ്യാസ സമ്പ്രദായത്തിനെതിരെ ഞാനൊരു ബദൽ രേഖ സമർപ്പിച്ചു. ഹെഡ് മാസ്റ്റർ എന്നെ പുറത്താക്കി. എന്തെന്ത്? അമ്മയ്ക്ക് മനസ്സിലായില്ലേ അവനെ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കിന്ന്? ആഹാ, അത്രേ ഉള്ളൂ. പുറത്താക്കാൻ വൈകിയതിൽ എനിക്ക് അത്ഭുതമുള്ളൂ. രക്ഷിതാവിനെ കൊണ്ടുചെന്നില്ലെങ്കിൽ സ്കൂളിൽ നിന്ന് തന്നെ പുറത്താക്കുമെന്ന് അവരെന്നെ ഭീഷണിപ്പെടുത്തി. അതെന്റെ സംഘടനാ പ്രവർത്തനത്തെ ബാധിക്കും. അതുകൊണ്ട് ഈ വീട്ടിൽ നിന്ന് അമ്മ എനിക്കൊരു രക്ഷിതാവിനെ ഏർപ്പാടാക്കി തരണം. വലിയേട്ടൻ എന്ന കേന്ദ്രത്തോട് തൽക്കാലം പറയണ്ട.